തൃശൂർ അതിരപ്പള്ളി ആനമല റോഡിൽ വീണ്ടും കബാലി ഇറങ്ങി 2 മണിക്കൂറായി വാഹനങ്ങൾ വനപാതയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോഴും ആന റോഡിൽ തന്നെ തുടരുകയാണോ? ഗതാഗതം പുനഃസ്ഥാപിക്കാനായോ? ഹരിത, ആന എപ്പോഴും റോഡിൽ തന്നെ തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായി കബാലിയുടെ ശല്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. 2 മാസത്തിലധികമായി കബാലി കാട് കയറിയിരിക്കുകയായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ 2 ദിവസം മുൻപ് കബാലി വീണ്ടും ഇറങ്ങി. ഇന്നത്തേതിന് സമാനമായ രീതിയിൽ ഇതേ പാതയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അന്ന് 1 മണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അന്നും KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നു. പിന്നീട് ആന ഒരു വശത്തേക്ക് മാറിപ്പോയതിനു ശേഷവും പിന്നീടും ആന റോഡിൽ നിലയുറപ്പിച്ചു. എന്നിട്ട് വനപാലകർ വന്ന് ആനയെ കാട് കയറ്റുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വൈകിട്ടോടെ വീണ്ടും കബാലി റോഡിൽ ഇറങ്ങിയത്. അതിരപ്പള്ളി ആനമല റൂട്ടിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. റോഡിന്റെ വശത്തുള്ള ഒരു മരം റോഡിലേക്ക് മറിച്ചിട്ട ശേഷം അതിന്റെ ഇലകളെല്ലാം ഭക്ഷിച്ച് റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും KSRTC ബസ്സും അതുപോലെ നിരവധി വലിയ വാഹനങ്ങളും ചെറുവാഹനങ്ങളും വിനോദസഞ്ചാരികൾ വന്ന വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രാത്രിയാണ്, വനപാതയാണ്. നേരത്താണ് ഇപ്പോൾ സന്ധ്യയായി കഴിഞ്ഞു. ഈ സമയത്തും നിരവധി വാഹനങ്ങൾ, ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതേ ആന സമാന രീതിയിൽ നിലയുറപ്പിച്ച വനപാലകർ എത്തിയാണ് ആനയെ തുരത്തി കാട് കയറ്റിയത്. പക്ഷേ ആന വീണ്ടും 2 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയിരിക്കുക. എന്തായാലും വനപാലകരെ വിവരം അറിയിച്ചിട്ടുണ്ട്. വനപാലകരെത്തി ആനയെ തുരത്താനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെയുള്ള ഈ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ബസ് യാത്രക്കാരും അതുപോലെ തന്നെ മറ്റ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള മറ്റ് യാത്രക്കാരും. എന്തായാലും ആന മറ്റ് അക്രമങ്ങൾക്കൊന്നും ഈ സമയവും മുതിർന്നിട്ടില്ല. റോഡിൽ മറിച്ചിട്ട മരം, അതിന്റെ ഇലകൾ എല്ലാം ഭക്ഷിച്ച് റോഡിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ആകെയുള്ളൊരു കുഴപ്പം, നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും അതുപോലെ KSRTC ബസ്സിലെ യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഹരിത. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്.